നമ്മളെല്ലാവരും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കാരണം പെണ്ണുങ്ങളാണ് ഭക്ഷണം പാകം ചെയ്യണം. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ആണുങ്ങൾ പാകം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയണത്. എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം പൊതുവേ സ്ത്രീകൾക്ക് വീട്ടിൽ ജോലിയില്ലാത്ത സ്ത്രീകളായാലും ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും, ജോലിക്ക് പോകുന്ന സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് സമയം ഉണ്ടാവില്ല. ഈ വീട്ടിലെ ജോലികൾ, ക്ലീനിങ്, പാചകം, പ്രത്യേകിച്ച് പാചകത്തിന്. ആ പാചകം ചെയ്യാനായിട്ട് അവർക്ക് സമയക്കുറവുണ്ടാവും. അവർ ഭയങ്കര സ്പീഡിൽ ഒരുപാട് ചിന്തകളായിട്ടായിരിക്കും പാചകം ചെയ്യുക. പല പല ചിന്തകൾ, ഓഫീസിൽ പോകേണ്ട കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. എല്ലാം കൂടി ഇങ്ങനെ കൺഫ്യൂഷനിലായിക്കുള്ളവർ സമയം വൈകിയെന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനും വേണ്ട ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് അല്ല എന്നുള്ളത്, അല്ലേ? നമ്മളൊരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ, അല്ലേ? അത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നതും നമുക്കൊരു മെഡിറ്റേഷൻ എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇത് വേണമെങ്കിൽ മെഡിറ്റേഷനായിട്ട് കൂട്ടാം. കാരണം ഞാനതിൻ്റെ ഫുള്ളി ഫോക്കസ്ഡാണ്. അതേപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു ലവ് എനർജി അതിനകത്തേക്ക് കൊടുക്കണം. സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അയ്യോ ഇതുണ്ടാക്കണമല്ല, ഇതൊരു ദുരിതമാണല്ല, അത് കഷ്ടപ്പാടാണല്ല എന്നുള്ള ആ ഒരു പ്രാക്കോട് കൂടിയിട്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യരുത്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി ആ ഉണ്ടാക്കുന്ന ഫുഡിനകത്തേക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, അത് ചെയ്യാറില്ല. ചിലപ്പോൾ ഞാൻ പോയി പറയുകയാണെങ്കിൽ ഞാനും പോലും ചെയ്യാൻ മറക്കാറുണ്ട്. നമ്മൾ ആ ഒന്ന് ബ്ലസ് ചെയ്ത് എനർജൈസ് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ചിലപ്പോൾ അവനൊരു ഡിപ്രഷനുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം കയറിയിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭയങ്കര ദേഷ്യത്തിലായിക്കോളൂ. ചിലപ്പോൾ കാലത്തെ ഹോട്ടലിൽ വന്നപ്പോൾ ആ ഒരു സ്റ്റാഫ് ലേറ്റായിട്ട് വന്നപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഓണർ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ ആ ദേഷ്യത്തിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതേപോലെയായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുപിടിച്ചിട്ട് ഭാര്യ പോയി ഭക്ഷണത്തിന് ഉണ്ടാക്കാൻ പോയാൽ ആ ദേഷ്യത്തിലായിരിക്കും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആങ്കർ എനർജി ആയിരിക്കും നിങ്ങൾ ആ ഫുഡിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് കഴിക്കുന്ന ആളിലും അതേ വികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. സ്നേഹത്തോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട്, ആസ്വദിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുക. ആ പാചകത്തിൽ നിങ്ങളുടെ ഒരു ലവ് എനർജി കൂടി കയറി വരണം. അത് വാത്സല്യം, എന്താണ് ഹാപ്പിനെസ്, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾ ഫുഡിലേക്ക് കൊടുത്താൽ അത് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ആൾക്കും അതേ എനർജി കിട്ടും, ലവ് എനർജി കിട്ടും, അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടും. അത് ഒരു വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലേ, ഈ ചെറിയ ചായക്കടകളിലൊക്കെ, പഴയ ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ചായക്കടകളൊക്കെ അപ്പോൾ ഞാൻ പോയി കുടിക്കാറുണ്ട് അങ്ങനത്തെ ചായകൾ. ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടൻ സ്റ്റൈലിലുള്ള ഈ സമോവറിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായ, അവിടെ ഉണ്ടാക്കി വെക്കുന്ന കടികൾ, അപ്പോൾ അതിന് ഭയങ്കര രുചിയാണ്. അപ്പോൾ ആൾ കളിയാക്കുന്നു, നമ്മുടെ വീട്ടിലെ ഭക്ഷണം പറ്റൂല, ആ ഹോട്ടലിലെ ഭക്ഷണമാണ്, അല്ലെങ്കിൽ ചായക്കടയിലെ ഫുഡാണ് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കി എടുത്തോളം അതുണ്ടാക്കുന്ന ആൾ എപ്പോഴും, അയാൾ മിക്കവാറും ഹോട്ടലുകളിലുണ്ടാകും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അയാൾ ഭയങ്കര ഒരു ഹ്യൂമറായിട്ടുള്ള മനുഷ്യനായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര എല്ലാവരോടൊക്കെ എന്തെൻ്റെ വിശേഷം എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒരു ഹാപ്പി മൂഡായിരിക്കും പുള്ളിക്ക്. തമാശയൊക്കെ പറഞ്ഞ് അവർ ചായ അടിക്കും, അല്ല തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇടും, അതെടുത്ത് കൊടുക്കും. അപ്പോൾ അതിനൊരു വേറൊരു രുചിയാണ്. ആ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ഉണ്ടാക്കുന്ന ആളുടെ വൈബ്രേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വൈബ്രേഷനാണ് ആ ഫുഡിലേക്ക് വരുന്നത്. ഇപ്പം ഞങ്ങളിവിടെ ഈ ചെറായി ബീച്ചിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വണ്ടിക്കടയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പുള്ളി 3:30 മണിയാകുമ്പോൾ തള്ളിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇട്ടിട്ട് കടികൾ, പരിപ്പ് വട, ഉഴുന്നുവട ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അജയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്, ചായയും കടികളൊക്കെ ആയിട്ട്. അത് പൈസ കുറവാണ്, എന്നാൽ നല്ല ഫ്രഷ് പരിപ്പ് വട കിട്ടും, പഴംപൊരി കിട്ടും, അതേപോലുള്ള മുളക് ബജ്ജി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകും, അപ്പുറം സൈഡിലേക്ക് പോയിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ എന്നെ പല വൈഫ് കളിയാക്കും, ഈ കടപ്പുറത്ത് നടക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിനൊരു വൈബാണത്. അത് നമുക്ക് കുടിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
കാരണം അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആ അയാളുടെ ഒരു ഒരു ലവ് എനർജി ഉണ്ട് അതിനകത്തുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് വളരെ സ്നേഹത്തോടിട്ട് ഉണ്ടാക്കിയത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേറൊരു ഫീലായി. ആ വൈബ് നമുക്ക് വീട്ടിൽ കിട്ടും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.